വിവിധ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുകളിൽ ഇ.ഡി. അന്വേഷണം ഊർജിതമാക്കുമ്പോൾ പുറത്തുവരുന്ന ചില സുപ്രധാന മൊഴികൾ സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കുകയാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ മാപ്പുസാക്ഷി പട്ടികയിലേക്ക് മാറുന്ന 33-ാം പ്രതിയും മുൻ ബാങ്ക് സെക്രട്ടറിയുമായ ടി.ആർ. സുനിൽകുമാറിന്റെ മൊഴി പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. സമാന്തര മിനിറ്റ്സ് സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചെന്നാണ് മൊഴിയിലുള്ളത്. ഇതിനിടെ കേസിലെ മുഖ്യപ്രതി പി.ആർ. അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. കൂടാതെ ബലാത്സംഗ കേസിൽ കീഴടങ്ങാൻ കൂടുതൽ സമയം തേടി മുൻ സർക്കാർ അഭിഭാഷകൻ പി.ജി. മനു നൽകിയ ഉപഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. കൊച്ചിയിൽ നിന്നുള്ള ഈ വാർത്തകളുടെ വിശദാംശങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ആദ്യം അറിയേണ്ടത് ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ ഹർജി ഇന്ന് കോടതി വിധി പറയാനിരിക്കുകയാണ്. അതോടൊപ്പം ചില തുറന്നു പറച്ചിലുകൾ സിപിഎമ്മിനെ എത്രത്തോളം പ്രതിരോധത്തിലാക്കും എന്നുള്ള കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള മൊഴിപ്പകർപ്പുകൾ ജനം ടിവിക്ക് ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ രോഹിണി, കൃത്യമായി തന്നെ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുകളിലെ ഇ.ഡി. അന്വേഷണം നിലവിൽ തന്നെ 3 പ്രധാനപ്പെട്ട ബാങ്ക് തട്ടിപ്പ് കേസുകളിൽ കുട്ടനല്ലൂർ, കരുവന്നൂർ, കണ്ടല ബാങ്ക് തട്ടിപ്പ് കേസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് ഏറ്റവും പ്രധാനമായും സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതിരോധത്തിലായതും നേരിട്ട് ഇടപാടുകളിൽ പങ്കാളികളായതും ഇതിന്റെ ലോൺ അനുവദിക്കുന്നതിലടക്കം വലിയ സമ്മർദ്ദങ്ങൾ ചെലുത്തിയതുമെല്ലാം തന്നെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ്, കരുവന്നൂർ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ടാണ്. അതിൽ തന്നെയാണ് ഏറ്റവും നിർണായകമായ മൊഴിപ്പകർപ്പുകളെല്ലാം ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ടി.ആർ. സുനിൽകുമാർ, ബാങ്കിന്റെ മുൻ സെക്രട്ടറിയാണ്, സിപിഎമ്മിന്റെ പ്രാദേശിക ഭാരവാഹിയാണ്. ഒപ്പം തന്നെ 33-ാം പ്രതിയും നിലവിൽ മാപ്പുസാക്ഷിയാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ കോടതിയുടെ അനുവാദം തേടിയിട്ടുള്ള ആൾ കൂടിയാണ് ടി.ആർ. സുനിൽകുമാർ നൽകിയ മൊഴിയിലാണ് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോണുകൾ അനുവദിക്കുമ്പോൾ അതിനുവേണ്ടി മറ്റൊരു സമാന്തര മിൻസ് പാർട്ടി സൂക്ഷിച്ചതായി വ്യക്തമാക്കിയിരുന്നത്. ഇതേ കാര്യം തന്നെയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട മൊഴികൾ, പ്രതികൾ പലരും നൽകിയ മൊഴികൾ. എന്നാൽ ഇതിൽ വ്യക്തമാക്കുന്നത് ഈ സമാന്തര മിൻസ് പാർട്ടിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി മാറുന്നത്. കാരണം സിപിഎമ്മിന് യാതൊരു ബന്ധവുമില്ല, പാർട്ടി തലത്തിൽ യാതൊരു ബന്ധവുമില്ല എന്നെല്ലാം ആവർത്തിക്കുകയും സിപിഎമ്മിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറിയായ എം വർഗീസിനെ നിരവധി തവണ 4 തവണ തുടർച്ചയായി ചോദ്യം ചെയ്ത ഘട്ടത്തിൽ പോലും പാർട്ടിക്കോ തനിക്കോ ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ആവർത്തിക്കുന്നതിനിടയിലാണ് ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ലോണുകൾ പാസ്സാക്കുന്നതിന് ബാങ്കിൽ ഉണ്ടായിരുന്ന ഒരു സമാന്തര സംവിധാനം, ബാങ്കിലെ സംവിധാനത്തിന് സമാന്തരമായി പാർട്ടിക്കൊരു സംവിധാനം ഉണ്ടായിരുന്നു. ആർക്കെല്ലാം ലോണുകൾ അനുവദിക്കണം, അത് പാർട്ടി തലത്തിലുള്ള തീരുമാനമായിരുന്നു. അതിനുവേണ്ടി പാർലമെന്ററി കമ്മിറ്റിയും സബ് കമ്മിറ്റിയും എല്ലാം അത്തരത്തിലുള്ള ഒരു ചെറിയ ഘടകങ്ങൾ രൂപീകരിച്ചിരുന്നു. അവരായിരുന്നു തീരുമാനമെടുത്തിരുന്നത്. അതിൽ ഭരണസമിതി അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തു. ഒപ്പം തന്നെ പാർട്ടി നിശ്ചയിക്കുന്ന ആളുകളെ, പാർട്ടിയുടെ ഭാരവാഹികളായ ആളുകളെ കൺവീനർമാരാക്കുകയും ചെയ്തു. ഇതിനുവേണ്ടി സൂക്ഷിച്ച മിനിറ്റ്സുകളാണ് സിപിഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചു എന്ന ഗുരുതരമായ മൊഴി ടി.ആർ. സുനിൽകുമാർ നൽകിയിരിക്കുന്നത്. പാർട്ടിക്ക് ബന്ധമില്ലെങ്കിൽ എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പകർപ്പുകൾ, പാർട്ടി ഇത്തരത്തിലുള്ള മിൻസുകൾ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ, പാർട്ടി ഇത്തരം മിൻസുകൾ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ അനധികൃത ലോണുകൾ അനുവദിക്കാൻ വേണ്ടി ആരുടെയെങ്കിലും മേൽ സമ്മർദ്ദം ചെലുത്തുകയോ ചെയ്തിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് പാർട്ടിയുടെ തലത്തിൽ തന്നെ ഈ മിൻസുകൾ പോയി, പാർട്ടിക്ക് വേണ്ടി ഈ മിൻസുകൾ കൈമാറി ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഓഫീസ് സെക്രട്ടറി ചുമതലയുള്ള ആൾക്ക് താൻ തന്നെയാണ് ഈ മിൻസിന്റെ പകർപ്പുകൾ നൽകിയിരിക്കുന്നത് എന്നാണ് ടി.ആർ. സുനിൽകുമാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്. ആ മൊഴിയുടെ ഭാഗങ്ങൾ, ആ പേപ്പറിന്റെ ഭാഗങ്ങൾ തന്നെയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കാണിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സുനിൽകുമാർ ഇത്തരം ഒരു മൊഴി നൽകുമ്പോൾ ഇവിടെ പ്രതിരോധത്തിലാകുന്നത് സിപിഎം ആണ്. കാരണം സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന്, കരുവന്നൂർ ബാങ്കിൽ നിന്ന് പങ്കില്ല എന്ന് ഇനി പറയാൻ കഴിയാത്ത സ്ഥിതി. മാത്രമല്ല തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് അടക്കമുള്ള പങ്കാളിത്തം, കാരണം 12 പേരെ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാനിരിക്കുകയായിരുന്നു. സിപിഎമ്മിന്റെ പ്രാദേശിക നേതാക്കൾ മുതൽ സംസ്ഥാന നേതാക്കൾ വരെ ഈ 12 പേർ ഈ ലിസ്റ്റിൽ ഉണ്ട്, ചോദ്യം ചെയ്യാൻ സമൻസ് നൽകിയിരിക്കുന്നവരുടെ പട്ടികയിൽ ഉണ്ട് എന്ന് ഇ.ഡി. വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതേ ഘട്ടത്തിൽ തന്നെയാണ് ടി.ആർ. സുനിൽകുമാറിന്റെ മൊഴി പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൊഴി വലിയ തോതിൽ ചർച്ചയാവുന്നതാണ്. മാത്രമല്ല സിപിഎം കൃത്യമായി തന്നെ തങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ലോണുകൾ അനുവദിക്കുന്നതിന് വേണ്ടി
വേണ്ടി മതിയായ ഈടുകളില്ലാതെ ലോൺ അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുകൂടിയാണ് വ്യക്തമാകുന്നത്. അങ്ങനെ ആരെല്ലാമാണ് ലോണുകൾ കരസ്ഥമാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ലോണുകൾ നേടിയെടുത്തിട്ടുള്ളത്, അതിന് പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ള പ്രത്യുപകാരം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടുതലായി കണ്ടെത്തണം. കാരണം പാർട്ടി ചില അക്കൗണ്ടുകൾ പാർട്ടിക്ക് ഉണ്ടായിരുന്നു, കരുവന്നൂർ ബാങ്കിൽ തന്നെ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള 5 അക്കൗണ്ടുകൾ കണ്ടെത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിയുകയും ചെയ്തിരുന്നു. അതിൽ 72 ലക്ഷം രൂപയായിരുന്നു ഏറ്റവും ഒടുവിൽ ബാലൻസായി ഉണ്ടായിരുന്നത്. മാത്രമല്ല 50 ലക്ഷത്തിലധികം രൂപയുടെ ഇടപാടുകൾ പല ഘട്ടങ്ങളിലും ഈ അക്കൗണ്ടുകൾ വഴി നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ ലോണുകൾ തങ്ങൾക്ക് അനുവദിച്ചു കിട്ടുമ്പോൾ അതിന് പ്രത്യുപകാരമായി പ്രതിഫലമായി വലിയൊരു തുക പാർട്ടിയുടെ ഫണ്ടുകളിലേക്ക് നൽകിയിരുന്നു. അതിൽ നല്ലൊരു പങ്ക് നേതാക്കൾക്ക് പോയിരുന്നു. പല നേതാക്കളും ഇത്തരത്തിൽ അന്യായമായി ലോണുകൾ പാസാക്കി കൊടുക്കുന്നതിന് വേണ്ടി CPM-ന്റെ പ്രാദേശിക നേതാക്കളെ ബന്ധപ്പെട്ടിരുന്നു. ഈ ബാങ്ക് ഭരണസമിതി അംഗങ്ങളെ ബന്ധപ്പെട്ടിരുന്നു. പാർലമെന്ററി കമ്മിറ്റിയിലും സബ് കമ്മിറ്റിയിലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ TR സുനിൽകുമാറിനെ മാപ്പുസാക്ഷിയാക്കിയുള്ള നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് TR സുനിൽകുമാർ മാത്രമല്ല, ബിജു കരീം, ബാങ്കിന്റെ മുൻ മാനേജറായിട്ടുള്ള ബിജു കരീമിനെയും ഒപ്പം തന്നെ ബാങ്കിന്റെ മുൻ സെക്രട്ടറി ആയിട്ടുള്ള TR സുനിൽകുമാറിനെയും മാപ്പുസാക്ഷിയാക്കി അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് TR സുനിൽകുമാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മൊഴിഭാഗങ്ങൾ പുറത്തുവരികയും ചെയ്യുന്നത്. രോഹിണി, അതെ, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. വളരെ